സമൂഹത്തിലിറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല. ആദിലേക്കും നൂറയ്ക്കുമെതിരെ അധിക്ഷേപ പരാമർശവുമായി ലക്ഷ്മി. വീട്ടിലുള്ള ഒരാൾ പോലും ലക്ഷ്മി പറഞ്ഞതിനെ എതിർക്കുകയോ മറ്റോ ചെയ്തില്ല. എന്നാൽ വലിയ വിമർശനമാണ് ലക്ഷ്മിക്കെതിരെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 37-ാം ദിവസം അരങ്ങേറിയ വീക്ക്ലി ടാസ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ ഓർഡർ പ്രകാരം ചെരുപ്പുകൾ നിർമ്മിച്ചു നൽകുക എന്നതാണ് പുതിയ ടാസ്ക്. നൂതല ചെരുപ്പ് കമ്പനിയുടെ മുതലാളിയായി നൂറയും അസിസ്റ്റന്റായി ജിഷിനുമാണ് കളിക്കുന്നത്. അക്ബർ തൊഴിലാളികളുടെ യൂണിയൻ നേതാവായാണ് ടാസ്കിൽ മത്സരിക്കുന്നത്. ആദില, മസ്താനെ, അഭിലാഷ്, ലക്ഷ്മി, ഷാനവാസ്, ബിന്നി, ഒനിൽ തുടങ്ങിയവർ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നല്ലപോലെ പണിയെടുക്കുന്നവർക്ക് പാരിതോഷികമായി കോയിൻ നൽകാൻ നൂറയ്ക്ക് പൂർണ്ണ അധികാരമാണ് എന്ന് ബിഗ് ബോസ് നൽകിയിരിക്കുന്നത്. 3 റൗണ്ടുകളുള്ള ടാസ്കിൽ 2 എണ്ണമെങ്കിലും വിജയകരമായി പൂർത്തിയാക്കാത്ത പക്ഷം നൂറയുടെ സൂപ്പർ പവറുകളിൽ 2 എണ്ണം എടുത്ത് കളയുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇന്നലെ ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന വാക്കേറ്റമാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ആദ്യ ദിവസത്തെ ടാസ്ക് പൂർത്തിയാക്കിയ ടീമിന് കോയിൻ കൊടുക്കാൻ ബിഗ് ബോസ് നിർദ്ദേശിക്കുന്നുണ്ട്. ബിന്നി, മസ്താനെ, അഭിലാഷ്, ഒനിൽ, ഷാനവാസ്, ആദില, ലക്ഷ്മി എന്നിവർക്കാണ് ടാസ്ക് റൂമിൽ വെച്ച് നൂറ കോയിൻ കൊടുക്കുന്നത്. എന്നാൽ ജിഷിൻ നിരന്തരം അഭ്യർത്ഥിച്ചതിന് ശേഷം പുറത്തുനിന്ന് ജിഷിന് നൂറ കോയിൻ കൊടുക്കുന്നു. തനിക്ക് കോയിൻ തരാത്തതിൽ പ്രതിഷേധമെന്നോണം അക്ബർ നൂറയെ കുറേ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ അക്ബർ കാരണം സമയം കുറേ നഷ്ടമായി എന്നാണ് നൂറ പറയുന്നത്. എന്നാൽ ഇതിനെ ചൊല്ലിയുള്ള വാക്കേറ്റം ലക്ഷ്മിയും അക്ബറും തമ്മിലാണ് പിന്നീട് വീട്ടിൽ അരങ്ങേറുന്നത്. ലക്ഷ്മിയുടെ സമയം കളയാൻ താൻ വന്നോ എന്നാണ് അക്ബർ ചോദിക്കുന്നത്. ഇതിന് മറുപടി എന്നോണം അക്ബർ കാരണം ടാസ്കിൽ തൻ്റെ സമയം നഷ്ടമായി എന്നാണ് ലക്ഷ്മിയും പറയുന്നത്. എന്നാൽ വാക്കേറ്റം മുറുകിയപ്പോൾ ലക്ഷ്മി ആദിലയെയും നൂറയെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് പിന്നീട് നടത്തിയത്. ആദിലയുടെയും നൂറയുടെയും സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ തക്കവണ്ണം ഉളുപ്പില്ലായ്മ തനിക്ക് ഇല്ലെന്നാണ് ലക്ഷ്മി അക്ബറിനോട് പറയുന്നത്. ഇവിടെ സമൂഹത്തിൽ ഇറങ്ങി ജീവിക്കാൻ ഇവളുമാർക്ക് പറ്റത്തില്ല. അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കാൻ എനിക്കെന്താ ഉളുപ്പില്ലായ്മയില്ല. അയ്യോ, ജോലി ചെയ്ത തന്നെത്താനെ നിൽക്കുന്ന 2 പേരായതിനെ റെസ്പെക്ട് ചെയ്തേനെ. അങ്ങനെയൊന്നും നിൽക്കുന്നവരല്ല. നിന്റെയൊന്നും വീട്ടിലേക്ക് പോലും കയറ്റാത്തവൾമാരാ. എന്നിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി നിൽക്കുന്നു എന്ന് ലക്ഷ്മി പറയുന്നു. എന്നാൽ ലക്ഷ്മിയുടെ പെട്ടെന്നുള്ള പ്രതികരണമായ അതുകൊണ്ട് തന്നെ ആദിലയും നൂറയും എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. വീട്ടിലുള്ള ഒരാൾ പോലും ലക്ഷ്മി പറഞ്ഞതിനെ എതിർക്കുകയോ മറ്റോ ചെയ്തില്ല. എന്നാൽ വലിയ വിമർശനമാണ് ലക്ഷ്മിക്കെതിരെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും പ്രതിലോമകരമായ ചിന്താഗതിയുള്ള വ്യക്തിയെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഹോമോഫോബിക് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇതൊരു ചർച്ചയാകുമോ എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ആഴ്ച എവിക്ഷൻ ടാസ്കിൽ ലക്ഷ്മി ഉണ്ടാകുമോ, അതോ ലാലേട്ടൻ വന്നിട്ട് ലക്ഷ്മിയെ കഴിഞ്ഞ പ്രാവശ്യം അനുമോൾക്ക് കൊടുത്ത പോലെ വേണ്ടത് കൊടുക്കുമെന്ന് കണ്ടറിയാനായി വെയിറ്റ് ചെയ്യാം, കാത്തിരിക്കാം ലക്ഷ്മിയുടെ അടുത്ത ഗെയിം പ്ലാനുകൾക്കായി.